ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റിനെ മൊമെന്ററി ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. നമ്മളൊരു സെക്കൻഡ് തോട്ടിലോട്ട് പോവില്ല. സോ ഒരിക്കലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. ഇറ്റ് വാസ് വെരി റോങ് ഓഫ് ദാറ്റ് ആങ്കർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ലൈക്ക് എല്ലാവരും ജീവിച്ചു പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ഓൾസോ. പിന്നെ നമ്മളുടെ മീഡിയം ഇത്രയും ഓപ്പൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചർച്ച ചെയ്യാൻ പറ്റുന്നു, എല്ലാവർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നു. ഹെൽപ്പ് ദ മൂവി. മേ ബി ആൾക്കാർ അറിയാമായിരിക്കും DNA എന്ന പടത്തിന് പ്രൊമോഷനിൽ ഇങ്ങനെ സംഭവിച്ചെന്ന്. പക്ഷെ അത് വെച്ചുകൊണ്ട് ആൾക്കാർ സിനിമ പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ സുരേഷ് ഗോപി അങ്കിളും സുരേഷ് കുമാർ അങ്കിളും ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ. അവരുടെ അന്നത്തെ ഹെൽപ്പും കാര്യങ്ങളും യു ക്യാൻ നെവർ എക്സ്പ്ലെയിൻ. വേർഡ്സിൽ പറഞ്ഞത് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കുമളിയിലിരുന്ന് ട്രാവൽ ചെയ്ത് വരുന്ന വഴിക്ക് ഇവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ്റെ കാറിൽ ഡ്രൈവറിനെ വെച്ച് ഇവരെ സേഫായിട്ട് ഒരു ഹോട്ടലിൽ എത്തിച്ചിട്ട് അതുവരെ അച്ഛനെ കൂടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി കെയിം ബാക്ക്. സോ അതൊക്കെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായി. എവിടെ പോയാലും ആൾക്കാർ ഫസ്റ്റ് പറയുന്നത് മോഹൻ തോമസ്. അത് അച്ഛൻ്റെ അന്നത്തെ ചോയ്സ് ആയിരുന്നു. അച്ഛൻ ഒരിക്കലും അച്ഛൻ ചെയ്തിട്ടുള്ള ഓരോ ചോയ്സസിലും അച്ഛന് റിഗ്രറ്റ്സ് ഇല്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമാകുമ്പോഴും ചിലതെല്ലാം ബാക്കി വെച്ചായിരിക്കും പോവുക നമ്മൾ പറയാറുണ്ട് അല്ലേ. അത്തരത്തിൽ ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പ്രിയ താരം പത്മരാജ് രതീഷാണ് കൂടെ ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. നമുക്ക് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യം, ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ച വേഷങ്ങളിലൂടെയും അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കലാലോകത്തിന് നമ്മൾ നൽകിയ സംഭാവനയിലൂടെയായിരിക്കും ഒരുപക്ഷെ നമ്മൾ മരണശേഷം ഓർക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് രതീഷ് എന്ന മലയാളികൾ കണ്ട ഏറ്റവും മികച്ച ഒരു നടൻ്റെ മക്കൾ നിലയിലേക്ക് വരുമ്പോൾ കുറേയേറെ കലാലോകത്തിനും സിനിമകളിലൂടെ സംഭാവന നൽകുന്നതിൻ്റെ ഒപ്പം തന്നെ അച്ഛൻ നൽകിയ ഒരു പേരും അല്ലെ, അതിനോടൊപ്പം ആ ഒരു സ്നേഹവും മലയാളം ഇപ്പോഴും നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ ശരി. അപ്പോൾ റോഹൻ പറഞ്ഞ പോലെ ആസ് എൻ ആക്ടർ അത് ജനറേഷൻ വിട്ട് ജനറേഷൻ. അച്ഛൻ പറഞ്ഞ 80 to 88 അച്ഛൻ ശരിക്കും ഇൻഡസ്ട്രിയിൽ ആക്റ്റീവ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ ഒരു ബ്രേക്ക് കഴിഞ്ഞ് 94 വീണ്ടും കമ്മീഷണറിൽ റീ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ആ ടൈമിലുള്ള ജനറേഷനും അതായത് നമ്മളുടെ അച്ഛൻ്റെ ടൈമിൽ ഇപ്പോൾ രോഹൻ്റെ അച്ഛനോ അമ്മയൊക്കെ ആണെങ്കിലും അവരും അതുപോലെ അത് കഴിഞ്ഞുള്ള ജനറേഷൻ നമ്മളുടെ ജനറേഷൻ ആയിക്കോളും ഇവരെല്ലാവരും അച്ഛൻ്റെ ഫാൻസ്. കൂടുതലും അച്ഛൻ്റെ കമ്മീഷണർ എന്ന സിനിമയിലുള്ള നമ്മളുടെ ജനറേഷനുള്ള ആൾക്കാരൊക്കെ. പിന്നെ അതിൽ കൂടുതൽ ആസ് എൻ നോട്ട് മോർ ദാൻ എൻ ആർട്ടിസ്റ്റ് എന്നതിനെക്കാട്ടിലും അച്ഛൻ ഇൻഡസ്ട്രിയിൽ എടുത്തൊരു പേരുണ്ട്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നില്ല. ഞാൻ ഏത് ലൊക്കേഷനിൽ പോയാലും അവിടെ ഫ്രം ദി ഡയറക്ടർ ടു ദി പ്രൊഡ്യൂസർ ടു ദി നമ്മുടെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്ക് വരെ എല്ലാവർക്കും ഒരു കഥ പറയാൻ കാണും. ജസ്റ്റ് ഒരു ലൊക്കേഷനിൽ നടന്ന വിഷയമായിരിക്കത്തില്ല, ഇവർ പേഴ്സണലി ഇവർക്ക് എന്തെങ്കിലും ഒരു കണക്ട് കാണും അച്ഛൻ്റെ കൂടെ. ഈ തിരശ്ശീലയിൽ കാണുമ്പോൾ അത്രത്തോളം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വില്ലനാണെന്ന് പറയുമ്പോഴും അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവത്തിൽ, പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ സഹപ്രവർത്തകർക്കാണെങ്കിലും പരിചയമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ ഓർത്ത് വെക്കാൻ കുറേയേറെ നല്ല നിമിഷങ്ങളും നല്ല മനുഷ്യനായിട്ട് പോയ വ്യക്തി കൂടിയാണ്. അത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞ ഐ വാസ് വർക്കിംഗ് ടോമി ഹിൽഫിഗറുടെ കൂടെ. ഞാൻ ഒരു 2 years വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റോർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോയമ്പത്തൂരിലത്. അപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ മലയാളികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ രതീഷിൻ്റെ മക്കളാന്നുള്ളതൊന്നും. അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഞങ്ങൾ അങ്ങനതും അവർക്കൊന്നും അറിയത്തില്ല. സോ അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഞാൻ അറൗണ്ട് ഒരു 9 o'clock സ്റ്റോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു എൽഡർലി കപ്പിൾ കടയിൽ കയറി വന്നു. അപ്പോൾ അവരിങ്ങനെ വന്നപ്പോൾ തൊട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ എവിടെയോ കണ്ട പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മലയാളിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ മലയാളി. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ രതീഷിൻ്റെ മകനാന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു ഇൻസിഡൻറ്റ്, അവർ പണ്ട് ഇതേപോലെ കുമളി ആ ഭാഗത്തുകൂടെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന വഴിക്ക് അവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആയി ലേറ്റ് നൈറ്റ്. അപ്പോൾ ആ വഴി നമ്മൾ അപ്പോൾ കമ്പത്താണ് താമസിക്കുന്നത്. ഞങ്ങളൊരു 12 years ഞങ്ങൾ തേനി കമ്പം അവിടെയാണ് താമസിച്ചത്. അച്ഛൻ അവിടെ ഫാമിങ്ങും അഗ്രികൾച്ചർ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കുമളിയിലിരുന്ന് ട്രാവൽ ചെയ്ത് വരുന്ന വഴിക്ക് ഇവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ്റെ കാറിൽ ഡ്രൈവറിനെ വെച്ച് ഇവരെ സേഫായിട്ട് ഒരു ഹോട്ടലിൽ എത്തിച്ചിട്ട് അതുവരെ അച്ഛനെ കൂടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി കെയിം ബാക്ക്. സോ അതൊക്കെ
ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അതെ, പറയുന്നത്. അതെ, ഓക്കെ, ഇത് ഔട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയിൽ ആൾ ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ഈ ഇത്ര really വലിയൊരു shows his character. ഇത്ര വലിയൊരു താരത്തിന്റെ മക്കളാണ്. എന്നാൽ അപ്പുറത്തേക്ക് ഈ മലയാളികൾ ഇത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്, ഇത്രത്തോളം ഇഷ്ടം തോന്നുന്നുണ്ട്, പലപ്പോഴും എനിക്ക് തോന്നുന്നു അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം തമിഴ്നാട്ടിലാണ്, കമ്പത്താണ് താമസം. പലപ്പോഴും എനിക്ക് തോന്നുന്നു സഹതാരങ്ങൾ വരുമ്പോഴും വീട്ടിലേക്ക് എത്തുമ്പോഴും ഇതാരാണ് ഈ കോ ആർട്ടിസ്റ്റ് എന്ന് അറിയാതെ പോയ സമയങ്ങളുണ്ട്. എങ്കിൽ പോലും അറിയാമെന്നൊരു ഭാവം നടിച്ച് ചിരിച്ച് എനിക്കറിയാം എന്ന് പറയേണ്ട. ഇപ്പോ നമ്മുടെ ഈ പടത്തിന്റെ DNA റൈറ്റർ AK സന്തോഷ്, AK സാജൻ സാറുടെ ബ്രദറാണ്. അപ്പൊ സന്തോഷ് ഏട്ടൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് സാജൻ സാറും ഇവരെല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. സുരേഷ് കുമാർ അങ്കിൾ, ഞങ്ങൾ അച്ഛൻ പോയതിനു ശേഷമാണ് ഞാൻ സുരേഷ് കുമാർ അങ്കിളായിട്ട് അത്രയും അധികം ക്ലോസ് ആവുന്നത്. സുരേഷ് കുമാർ അങ്കിൾ പല വട്ടം വന്ന് പോയിട്ടുണ്ട്. അങ്ങനെ പല ആക്ടേഴ്സ്, സത്താർ അങ്കിൾ, അങ്ങനെ പല പേരും വീട്ടിൽ വന്ന്, എന്നുവെച്ചാൽ വീട്ടിൽ എപ്പോഴും ആൾക്കാരാ. എന്റെ ഓർമ്മയിൽ കുറെ ആൾക്കാരുണ്ട്, ഇവരെല്ലാവരും ഇൻഡസ്ട്രിയിലുള്ളവരായിരുന്നു. അതൊന്നും അപ്പൊ തിരിച്ചറിയാനുള്ള കഴിവില്ലായിരുന്നു. വെരി യങ്, 3-4 years ഒക്കെ ഉള്ളപ്പോഴാണ് ഈ അച്ഛന്റെ സ്റ്റാർഡം ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അല്ലെ. അങ്ങനെ ഇരുന്ന് ഏറെ ആർട്ടിസ്റ്റുകൾ വരുന്നു, അച്ഛൻ സിനിമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, ഇത്രയും പേര് കാണാൻ കൊതിക്കുന്ന ഒരു ആരാധക വൃന്ദമുള്ള ഒരു അച്ഛൻ. ഇതൊക്കെ അറിയുമ്പോഴും എവിടേക്കോ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗമാണ്. വളരെ ചെറുപ്പമാണ്, പ്രത്യേകിച്ച് 7th ആയിരുന്നു അല്ലെ, ആർവൈ ചേച്ചി 9th, ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. ഈ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സമയം എടുക്കുന്നതിനേക്കാൾ മുമ്പുണ്ടായ ഒരു വിയോഗം കൂടിയാണ് അല്ലെ. നൽകുന്ന ഒരു അടി ഭയങ്കര ഒരു ഷോക്കാണ്. പക്ഷെ അതിലൊക്കെ ത്രൂ ഔട്ട് ദാറ്റ് നമ്മളെ കൊണ്ടുപോയത് ഞങ്ങളുടെ അമ്മയുടെ ഒരു വിൽ പവർ തന്നെയായിരുന്നു. നമുക്ക് അച്ഛൻ ഇല്ല എന്നുള്ളത് എന്നും അതൊരു മിസ്സിങ്, ഇപ്പോഴും 22 വർഷമായി ഇപ്പോഴും അതൊരു വലിയ മിസ്സിങ് ആണ്. പക്ഷെ നമ്മളെ ഒരിക്കലും ലൈഫിൽ അതിനെക്കുറിച്ചുള്ള ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് ഒരിക്കലും ഞങ്ങളെ അമ്മ അറിയിച്ചിട്ടില്ല. ഇറ്റ്സ് എ വിൽ പവർ. ആൻഡ് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത് സുരേഷ് ഗോപി അങ്കിളും സുരേഷ് കുമാർ അങ്കിളാണ്. സോ ഇന്ന് നമുക്കൊപ്പം മൈൽ സ്റ്റോണിന്റെ ഒപ്പം വിശേഷങ്ങളായിട്ട് ഇരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫാമിലി അംഗം കൂടിയാണ്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ സുരേഷ് ഏട്ടനും ഈ അച്ഛന്റെ വിയോഗത്തിലും അല്ലെങ്കിൽ പ്രധാനമായിട്ട് പെങ്ങളുടെ ഒരു കല്യാണം വരുന്ന സമയത്താണെങ്കിലും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അല്ലെ, സുരേഷ് ഏട്ടനാണെന്നുണ്ടെങ്കിലും രാജി ചേച്ചി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒപ്പം നിന്ന് കണ്ട അതാണ്. ആ സ്ഥാനം മമ്മൂക്കയാണെന്നുണ്ടെങ്കിലും ഒപ്പം മാനേജ് ചെയ്ത് അങ്ങനെ ഒരു സാന്നിധ്യം അവിടെ ഈ വിയോഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിസ്സിംഗ് ഒരു രീതിയിൽ വരുത്തരുതെന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അത് അച്ഛന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. അച്ഛൻ എന്തുമാത്രം അവരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഞങ്ങളത് കാണുന്നത്. പിന്നെ സുരേഷ് ഗോപി അങ്കിളുടെ കാര്യത്തിൽ പ്രത്യേകം പറയണമെങ്കിൽ സുരേഷ് ഗോപി അങ്കിൾ എങ്ങനെയാണ്, പിന്നെ ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് മാത്രമല്ല, പേഴ്സണലി അല്ല, സുരേഷ് ഗോപി അങ്കിളുടെ കൂടെ പല ചാരിറ്റി വർക്ക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സുരേഷ് ഗോപി അങ്കിൾ. അത് അങ്കിൾ ഒന്നും കണ്ടിട്ടൊന്നുമല്ല. ഹീസ് ജനറലി ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് വെരി ഇൻഡസ്ട്രിയിലിരുന്ന് ഇങ്ങനെ ഒരു സോളിനെ കാണുന്നത് ഭയങ്കര അപൂർവമാണ് എന്നുള്ളതാണ്. ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ സുരേഷ് ഗോപി അദ്ദേഹത്തെ വെച്ചിട്ട് ഒരു ഫാൻസ് മീറ്റ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച ഒരു സാന്നിധ്യം ഉറപ്പായിട്ടും വരേണ്ട പരിപാടിയായിരുന്നു. ഞാൻ നാട്ടിലില്ലായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു. അവിടെ ഇച്ചിരി പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റാതെ. ഇനി ഒരു പരിപാടി വെക്കുമ്പോൾ ഡെഫിനറ്റ്ലി അന്നൊരു പക്ഷെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പക്ഷെ അന്ന് ആ ഫാൻസ് മീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കിട്ടുന്ന ഏറ്റവും വലിയ നല്ലൊരു മൊമെന്റ് കൂടിയായി പോയേനെ എന്നുള്ളതാണ്. കാരണം എനിക്കായിരുന്നു മിസ്സിംഗ്. സുരേഷ് ഗോപി അങ്കിളിന് അതൊരു മിസ്സിംഗ് അല്ല, എനിക്കതൊരു വലിയ മിസ്സായി പോയി. നാട്ടിലില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്നേനെ. ഈ പലപ്പോഴും രതീഷ് എന്നൊരു താരോദയത്തിന് പറയുമ്പോൾ തന്നെ ഈ വരുന്ന കൂടുതലും ഐവിശേഷി ചിത്രത്തിലൂടെയാണ്. അത് ശ്രദ്ധിച്ച പടം എന്നുള്ള തുഷാരം കൂടിയാണ്. ഈ ഒപ്പം തന്നെ ഈ വളർച്ചയുടെ ഒപ്പം തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ജയൻ എന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൂടി കുറേയേറെ സാധ്യതകൾ വന്നു എന്നുള്ളത്. ഇത്തരത്തില് ആ സമയത്ത് ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഈ വിശേഷങ്ങളൊക്കെ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ പോലെ നേരത്തെ വി വർ വെരി യങ്. അപ്പൊ നമുക്കിടയിൽ സിനിമയെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാൽ കറങ്ങാം, ഹോളിഡേ എവിടെയെങ്കിലും പോവുക, അങ്ങനത്തെ പരിപാടികൾ ഭയങ്കര ജോളിയായിട്ട്. വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ അറിയുന്നത് അച്ഛൻ്റെ ഒരു ഹൗ ബിഗ് ആൻ ആക്ടർ ഹീസ് ഇൻ മലയാളം ഇൻഡസ്ട്രി എന്നുള്ളത്. നമ്മൾ അറിയുമ്പോഴത്തേക്ക് വൈകിപ്പോയി ഡെഫിനറ്റ്ലി. തിരിച്ചറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഞാൻ അച്ഛൻ്റെ പടം കമ്മീഷണർ കണ്ടിട്ടാണ് ഞാൻ ആക്ടിങ്ങിലോട്ട് ഐ മീൻ വില്ലൺ ആവണം എന്നുള്ള ഒരു ഇത് വരുന്നത്. ലൈക്ക് നന്നായി, ബിക്കോസ് ഹീറോ പടങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആക്ടിങ്ങിന് വരത്തില്ലായിരുന്നു. പെർഫോം അത്രയും വലിയൊരു പെർഫോമൻസ് ഒക്കെ ചെയ്തു ഒരു ചിരി തൂക്കി പറയുന്ന ഡയലോഗിലാണെങ്കിലും ഭാവങ്ങളിലാണെങ്കിലും നോട്ട് വെരി ഭയങ്കര ലൗഡ് ആക്ടർ അല്ല.
ചിരിയും അതെ. കണ്ണുകളിൽ കൂടി എക്സ്പ്രസ് ചെയ്യുന്നത്. ആസ് എൻ ആക്ടർ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം കണ്ണുകളിൽ കൂടി പക്ഷെ എക്സ്പ്രസ് ചെയ്യാനുള്ളത്. മലയാളത്തില് ഒരു ചിരിയിലൂടെ ഒരു വില്ലനിസം കാണിക്കാൻ, കുറേയേറെ ഭയപ്പെടുത്താൻ, കുറേ ഒന്നും അല്ലെ അതെ. വലിയ രീതിയിൽ കാറ്റുകൂട്ടിൽ നടത്തേണ്ട എന്നുള്ളത് തെളിയിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ നടനെന്ന രീതിയിലേക്ക് മാറുമ്പോഴും ഈ സിനിമകൾ ഓർത്ത് വെക്കുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് ഓർത്ത് വെക്കുക ആ കണ്ണുകളാണ് അല്ലെ. Definitely, yeah. ആ കണ്ണുകളും ആ കണ്ണുകളിലെ മിന്നി മായുന്ന ഭാവങ്ങളും എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് എത്ര തന്നെ സിനിമകളും. ഈ മലയാളികൾ എപ്പോഴും രതീഷ് എന്ന വലിയ നടനെ ഓർത്ത് വെക്കുന്നതിൽ പ്രധാന ക്യാരക്ടർ വരെ മോഹൻ തോമസ് ആയിരിക്കും. അതെ. പക്ഷെ ഇത്രത്തോളം ക്യാരക്ടറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു ബിക്കോസ് മകനായിട്ട് അതില് മെയിൻ കാരണം എന്ന് വെച്ചാൽ അത്രയും നാൾ ഹീറോ ആയിട്ടിരുന്ന ആളുടെ ഒരു സ്വിച്ച് അത്. സ്വിച്ച് ചെയ്യുന്നു. അതും ഇറ്റ് വാസ് വെരി ഡ്രാസ്റ്റിക്. അപ്പോഴും ആ വില്ലൻ ചെയ്യുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അതില് ഭയങ്കര ലൗഡായിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊന്നുമില്ല. ഡയലോഗ്സാണ് കൂടുതലും, മോഡുലേഷനിലാണ് അതെ അതെ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഉൾക്കൊള്ളും അത്. സോ അതാണ് ഇപ്പോഴും എവിടെ പോയാലും ആൾക്കാർ ഫസ്റ്റ് പറയുന്നത് മോഹൻ തോമസ്. അതെ ആ ഒരു ക്യാരക്ടർ. പക്ഷെ എൻ്റെ ചോദ്യം അതായിരുന്നു, ഈ ക്യാരക്ടർ പറയുമ്പോഴും ഒരു മകൻ നിലയിലും അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ കുറേയേറെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അച്ഛനെ. അത്തരത്തിൽ ഏത് വേഷ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്നത് ശരിക്കും? ഞാൻ ശരിക്കും കമ്മീഷണറാണ് എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ്. അത് കഴിഞ്ഞ് എനിക്കുള്ളത് രാജാവിൻ്റെ മകനിലെ ക്യാരക്ടർ ഇഷ്ടമാണ്, കൃഷ്ണദാസ് എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻ. പിന്നെ വഴിയോര കാഴ്ചകളിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല. അതെ അതെ കാശ്മീർ ഒക്കെ കാശ്മീറുണ്ട്, തുഷാറും, കുറെ പടങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഈ 3 പടങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തിട്ടുള്ളത്. ആസ് എൻ ആക്ടർ, ആസ് എ ഡാഡ്, അച്ഛൻ എന്നതിനെക്കാട്ടിലും ആസ് എൻ ആക്ടർ എന്നുള്ള ഒരു ഇതിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും, നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത് ഈ 3 ക്യാരക്ടേഴ്സിലാണ്. ബിക്കോസ് ഞാൻ ഈ കുറെ പടങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. സ്റ്റിൽ നോട്ട് ഡൺ വാച്ചിങ് ഹിസ് മൂവീസ്. ക്ലോസ് ടു 150 മൂവീസ് ചെയ്തിട്ടുണ്ട് ഈ 8 to 10 years സ്പാനിൽ. കണ്ടുവരുന്നേ ഉള്ളൂ എല്ലാ പടങ്ങളും. എവിടെയെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ പിന്നീട് അവിടെ കമ്പമായിരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അച്ഛൻ്റെ സ്റ്റാർഡും അല്ലെങ്കിൽ അച്ഛനെ എത്രത്തോളം ഇവിടെയുള്ള സ്വീകാര്യതയും അറിയാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആവുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്രതീക്ഷിതമായ വിയോഗത്തിലും അച്ഛനായിട്ട് കുറേയേറെ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരുന്നു, അങ്ങനെ ഇല്ല, ചിന്തിച്ചില്ല? അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് അത് അച്ഛൻ്റെ അന്നത്തെ ചോയ്സ് ആയിരുന്നു. അച്ഛൻ ഒരിക്കലും അച്ഛൻ ചെയ്തിട്ടുള്ള ഓരോ ചോയ്സസിലും അച്ഛന് റിഗ്രറ്റ്സ് ഇല്ല. സോ ഐ എം ഹാപ്പി ഇൻ ദാറ്റ് വേ ദാറ്റ് he lived his life. There was no regrets for him. സോ ആ ജേർണിയിൽ അച്ഛൻ്റെ ഇതിൽ നമുക്കും കൂടെ ആസ് എ സൺ ഓർ നിങ്ങളുടെ സിബ്ലിങ്സ് എല്ലാവർക്കും വി ആർ ഓൺലി പ്രൗഡ് ആൻഡ് ഹാപ്പി അബൌട്ട് ഹൗ ഇറ്റ് വാസ്. അല്ലാതെ നമുക്ക് ഒരിക്കലും കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് ഇച്ചിരി കൂടെ നല്ലതായിരുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും രതീഷ് നടനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ മക്കളെ കുറിച്ച് പറയുന്നത്, പക്ഷെ പലപ്പോഴും ഈ അമ്മയുടെ വിയോഗം പലപ്പോഴും അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒരു 4 പേര് സഹോദരങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നം സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ എവിടേക്കോ ഒരു സഹോദരനായിട്ടും ഒപ്പം തന്നെ ഒരു അച്ഛനായിട്ടും നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ബട്ട് സർട്ടൻ സിറ്റുവേഷൻസ് നമ്മളെ റിയാക്ട് ചെയ്യിപ്പിക്കും. ലൈക്ക് യു ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി എന്നുള്ളത്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങൾ സിബ്ലിങ്സ് തന്നെയാണ്, എൻ്റെ സിബ്ലിങ്സ് തന്നെയാണ്. എന്നെ ഒരാളായിട്ട് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾ 4 പേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. ശരിക്കും താഴെയാണ് അല്ലെങ്കിൽ എൽഡർ ആയിട്ട് ഒരാൾ ചെയ്യട്ടെ എന്നൊന്നും വിചാരിച്ചു അത് വന്നിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. സോ ആ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഞങ്ങൾ 4 പേരുടെ സ്ട്രെങ്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ സുരേഷ് ഗോപി അങ്കിളും സുരേഷ് കുമാർ അങ്കിളും ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ. അത് അവരുടെ അന്നത്തെ ഹെൽപ്പും കാര്യങ്ങളും യു ക്യാൻ നെവർ എക്സ്പ്ലെയിൻ, വേർഡ്സിൽ പറഞ്ഞ് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട്. ബിക്കോസ് അവരുടെ ഈ 2 വ്യക്തികൾ മാത്രമല്ല, ഞാൻ അവർ 2 പേരെയും പറയുമ്പോൾ അവരുടെ ഫാമിലിയും കൂടെ അവരും. ഇപ്പൊ ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി അങ്കിളുടെ മക്കളുമായി, സുരേഷ് കുമാർ അങ്കിളുടെ മക്കളുമായി. ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ട്രിവാൻഡ്രം ഷിഫ്റ്റ് ആകാൻ കാരണം തന്നെ അതാണ്, അവർ 2 പേരും അവിടെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഗോൺ ബാക്ക് ടു തമിഴ്നാട്. ഞങ്ങൾ ചിലപ്പോൾ വരുത്തേയില്ലായിരുന്നു. മേ ബി ഇറ്റ് വുഡ് ഹാവ് ഹാപ്പൻ സം ടൈം, മേ ബി, അറിയത്തില്ല. അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ആയത്. ഈ പലപ്പോഴും അച്ഛന്മാർ ഉള്ള സിനിമയിൽ മക്കൾ വരുന്ന രീതിയിലേക്ക് നമ്മൾ സോകോൾ നെപ്പോ കിഡ്സ് ഒക്കെ എന്ന് വിളിക്കുമ്പോഴും അവരുടെ സാന്നിധ്യത്തിൽ വന്നവരാണ്. ഇപ്പോ പൽരാജ് അത്തരത്തിൽ വന്നാണെങ്കിൽ പോലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല.
എവിടേക്കോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ. ഈ വഴി അത്രത്തോളം ഈസി ആയിരുന്നില്ല ഇല്ല. അല്ലെ. നമുക്ക് ആഗ്രഹമുണ്ട്, ആ, നമുക്ക് കഴിവുണ്ട്, Yeah. പക്ഷെ എവിടേക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരു ചാൻസ് ആയിട്ട് കിട്ടാൻ അത് എളുപ്പമായിരുന്നു. ഓക്കെ. അത് ഞാൻ ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇല്ല. ബിക്കോസ് ഫസ്റ്റ് മൂവി തന്നെ മമ്മൂക്കയുടെ വില്ലനായിട്ട് ചെയ്യാൻ അതെ, പറ്റിയത് അതെ. ദാറ്റ്സ് നോട്ട് വെരി ഈസി. അതെ, ഫയർമാൻ. യാ, അപ്പൊ അത് അച്ഛൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ 10 years ആയി ഞാൻ ക്ലോസ് ടു ഒരു 20 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ കിട്ടിയ ചാൻസ് നിലനിർത്തുക എന്നുള്ളത് ഇസ് നോട്ട് ഈസി ജോബ്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് മൂവി മമ്മൂക്കയുടെ പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടി. രണ്ടാമത്തെ പടവും മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ വീണ്ടും ചെയ്യണമെങ്കിൽ രതീഷിന്റെ മകനെന്നുള്ള ആ ഒരു ടൈറ്റിൽ മാത്രം പോരാ, അത് മാത്രം പോരാ. ഞാൻ എന്റെ കേപ്പബിലിറ്റീസും പൊട്ടൻഷ്യൽ ഞാൻ അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഈ പടത്തിലാണ്. DNA-ലാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസിലിരുന്ന് മാറിയുള്ള റെസ്പോൺസാണ് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന് കിട്ടാനുള്ളത്. നടൻ നിലയിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയത് DNA ആണ്. ഡെഫിനറ്റ്ലി, നോ ഡൗട്ട് ഇൻ ഇറ്റ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തരേണ്ടത് സുരേഷ് ബാബു സാറിന് തന്നെയാണ്. ബിക്കോസ് ആ പടം ചെയ്തപ്പോൾ ഇത് ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ലെങ്തി ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഡൂയിങ്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സുരേഷ് ബാബു സാർ തന്ന കോൺഫിഡൻസ്. സെറ്റിൽ പലപ്പോഴും പല ഷോട്ട്സിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ നമുക്ക് ചെയ്തത് ശരിയായില്ലല്ലോ, നമുക്ക് ഒന്നുകൂടെ ചെയ്യണം. അപ്പോൾ സുരേഷ് ബാബു സാർ പറഞ്ഞു ഇല്ലല്ലോ അത് ശരിയാ. ഒരിക്കലും പ്രഷർ എടുത്തില്ല. ചില ഷോട്ട്സ് എങ്ങാനും ശരിയായില്ലെങ്കിൽ പുള്ളി മാക്സിമം പറഞ്ഞാൽ പറയും പപ്പ ഒന്നുകൂടെ ചെയ്യാം, നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്താവും. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ത്രൂ ഔട്ട് ചെയ്യുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. എനിക്ക് സസ്പെൻസ് ആയതുകൊണ്ട് എനിക്ക് പലതും പറയാൻ പറ്റില്ല, ക്രൈം ത്രില്ലർ ആയതുകൊണ്ട്. ബട്ട് വെരി ഹാപ്പി വിത്ത് ദ റെസ്പോൺസ്. മുമ്പ് ദുൽഖർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കുറെ നല്ലത് പറയിപ്പിക്കാൻ തന്നെ അപ്പുറത്തേക്ക് വാപ്പ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ദോഷം പറയിപ്പിക്കാതിരിക്കണം എന്നുള്ളതുണ്ട്. ഇത് എവിടേക്ക് ഒരു പ്രഷറാണ് അല്ലെ. കാരണം ഇത്രയും വേഷങ്ങൾ ചെയ്തു വെച്ചൊരു നടൻ ഈ രൂപം കൊണ്ട് കൂടി വരുമ്പോ എവിടേക്കും ഒരു കമ്പാരിസൺ പ്രേക്ഷകർ ഭാഗത്തുനിന്നുണ്ടാവും അല്ലെ. അച്ഛൻ ചെയ്തു വെച്ച് ഇങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന ഇത്തരത്തിലായിരിക്കും എന്നുള്ളത് അല്ലെ. ഇത് ശരിക്കും നൽകുന്നത് ഒരു പ്രഷറാണോ അതോ അതിനേക്കാളേറെ സന്തോഷം? എന്താ കൂടുതൽ? സന്തോഷമാണ്, പക്ഷെ അതേപോലെ പ്രഷറുമാണ് ബ്രോ. എന്താ പറയാ, ലൈക്ക് അച്ഛനെ പോലെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അത് പറയുമ്പോൾ തന്നെ അടുത്തത് അവര് പറയണ്ട, നമ്മൾ തന്നെ അത് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ തന്നെ തിങ്ക് ചെയ്ത് പ്രഷർ ആവും. ഡെഫിനറ്റ്ലി വിൽ ഹാവ് ടു ഡെലിവർ. അവർ അച്ഛനെ പോലെയെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും അച്ഛൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഐ ട്രൈ നോട്ട് ടു ഇമിറ്റേറ്റ്. അച്ഛൻ്റെ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ എക്സ്പെക്ടേഷൻ വരും. സോ എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ, നോട്ട് ടു ഇമിറ്റേറ്റ് ഹിസ് സ്റ്റൈൽ. ഇപ്പൊ ഒരു നെപ്പോ കിഡ് എന്നുള്ളൊരു ഹാഷ്ടാഗ് കൂടെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ അളവ് കുറെ കൂടി കൂടും അല്ലെ. പ്രത്യേകിച്ച് എന്നുള്ള രീതിയിലേക്ക് ഒരു എൻട്രി കുറെ കൂടി ഈസി ആണെന്നുണ്ടെങ്കിൽ ഈ വിമർശനത്തിന്റെ കട്ടി കുറച്ച് കൂടുന്നു പറയും അല്ലെ. എടുത്തടിച്ച് പറയും അത് അങ്ങനെ വന്നതല്ല, അങ്ങനെ കിട്ടിയത് ചാൻസ് ഇല്ല എന്നുള്ളത്. തുടക്കാലത്ത് ഗംഭീരമായിട്ട് അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് എപ്പോ മുതലാണ് ഇത് തരണം ചെയ്ത് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇനിഷ്യലി ഫസ്റ്റ് ആയിട്ട് എനിക്ക് ക്രിറ്റിസിസം കിട്ടിയപ്പോ I was very down. Because I'm not used to it. First of all, ഞാൻ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ I'm not used. ഞാൻ സ്റ്റാർ കിഡ് ആണെങ്കിൽ പോലും I'm not used to all of this. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ കിട്ടിയ ക്രിറ്റിസിസം പുറത്ത് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോഴും എവിടെയെങ്കിലൊക്കെ കാണും. സെക്കൻഡ് മൂവി, ഫസ്റ്റ് മൂവിക്ക് എനിക്ക് നല്ല ഇതായിരുന്നു. പിന്നെ ഫോർ ദ നെക്സ്റ്റ് മൂവി വാക്കുകൾ ഐ കനോട്ട് സേ, ബിക്കോസ് അത്രയ്ക്കും പബ്ലിക്ലി അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ ഒരിക്കലും. But I was very down. Then I understood, okay, he's got his perspective or he's got his voice. He can say that. ഞാൻ എത്ര മണിക്ക് നോട്ട് ഡയറക്ട്ലി, ഇറ്റ്സ് എ കമന്റ്. അപ്പോൾ അത് എന്നെ അത് ബാധിക്കാൻ പാടില്ല, എസ്പെഷ്യലി ആസ് എൻ ആക്ടർ. വി ആർ വെരി പ്രൈവറ്റ് ലൈഫ് ഒന്നുമില്ല നമുക്ക്. നമുക്ക് ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് പടം കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ കൊള്ളാം എന്ന് പറയുമ്പോൾ വി ആർ വെരി ഹാപ്പി. അതുപോലെ തന്നെയാണ് വെൻ യു ഗെറ്റ് എ നെഗറ്റീവ് റിവ്യൂ ഓൾസോ ലേൺ ഫ്രം ഇറ്റ്. അത് നമ്മൾ അത്രയും പേഴ്സണലായിട്ട് എടുക്കാതിരുന്നാൽ മതി. പേഴ്സണലായിട്ട് ഞാൻ അന്ന് പേഴ്സണലായിട്ട് എടുത്തു. ബട്ട് അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ വലിയ ക്രിറ്റിസിസം വന്നിട്ടില്ല. വന്നാലും ഐ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്.
I'm ഈ very ഈ open for ഈ both. പ്രതികരണങ്ങൾ എന്നുള്ളത് ഒപ്പം ഈ നടൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നടന്മാരെ കുറിച്ച് തന്നെ സിനിമകളെ കുറിച്ച് രണ്ട് രീതിയിലേക്ക് വരാം അല്ലെ. DNA ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ വിജയപരാജയങ്ങളിലോ അതിൻ്റെ സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചുള്ള അതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ആ വിഷയത്തെ ഒരു വിവാദത്തെ ചൊല്ലിയാണ് അല്ലെ. അഷ്കറും എന്നുണ്ടെങ്കിൽ പോലും അല്ലെ. അപ്പോൾ പ്രത്യേകിച്ച് നായകൻ നായിക രണ്ടുപേരും ഇരിക്കുന്ന സമയത്തായിരുന്നു അത്തരത്തിലൊരു ചോദ്യം വരുന്നു, പരാമർശം വരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു കോ ആക്ടർക്ക് അത്തരത്തിലൊരു അനുഭവം വരുന്നു, ചോദ്യം നേരിടേണ്ടി വരുന്നു, See, definitely you shouldn't, especially നമ്മൾ എല്ലാവരും ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, you guys support us in a lot of ways. We also support you guys in a lot of ways. അപ്പോൾ അങ്ങനെയുള്ള ഒരു മീഡിയം വന്നിട്ട് അതിലുള്ള ഒരു ആങ്കർ ഒരിക്കലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത്. യു ക്യാൻ ക്രിയേറ്റ് കോൺട്രവേഴ്സീസ്, ബട്ട് ഒരാളുടെ അടുത്ത് പേഴ്സണലി അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇറ്റ്സ് സോ റോങ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. എനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. പുറത്തൊന്നും ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ കം അപ്പ് വിത്ത് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ബിക്കോസ് നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ചോദിക്കുന്നത്, ഷീ ഈസ് വെരി സ്പെസിഫിക്കലി ആസ്കിങ് ഹന്ന. സോ അങ്ങനെ ഉള്ളപ്പോൾ എൻ്റെ പേഴ്സണൽ ഇത് യു ഷുഡൻറ്റ് ഹവ് റിയാക്റ്റഡ് ദെയർ ബിക്കോസ് ഇറ്റ്സ് എ വെരി സബ്സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഉള്ളപ്പോൾ യു ഷുഡ് ഹവ് ജസ്റ്റ് വാക്ക്ഡ് ഔട്ട് ഫ്രം ദെയർ. ഞാൻ ഹന്നയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, വി സ്പോക്ക് അബൌട്ട് ഇറ്റ്. ബട്ട് മൊമെന്ററിലി നമ്മൾ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്ത് പോകും. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനെ മൊമെന്ററി ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. സോ ഒരിക്കലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. ഇറ്റ് വാസ് വെരി റോങ് ഓഫ് ദാറ്റ് ആങ്കർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. ഈ എവിടേക്കോ ഇപ്പോൾ വിവാദങ്ങളാണെങ്കിൽ പോലും അല്ലെ, അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളാണെങ്കിൽ പോലും, ഇത്ര കോൺട്രവേഴ്സി ആണെങ്കിൽ പോലും ഈ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണെങ്കിലും വിവാദമാണെങ്കിലും എവിടേക്കോ ഈ സിനിമയുടെ പ്രൊമോഷൻ അത് ഗുണം ചെയ്യും, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇതിൽ തന്നെ പലരും പറയുന്നുണ്ട് ഇത് പ്ലാൻഡ് ആയിരുന്നു. അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ദ മൂവി. മേ ബി ആൾക്കാർ അറിയാമായിരിക്കും DNA എന്ന പടത്തിന് പ്രൊമോഷനിൽ ഇങ്ങനെ സംഭവിച്ചെന്ന്. പക്ഷെ അത് വെച്ചുകൊണ്ട് ആൾക്കാർ സിനിമ പോയി കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ബിക്കോസ് ദർ വാസ് എ കോൺട്രവേഴ്സി ഇൻ ദാറ്റ് ഇന്റർവ്യൂ, ആ പടത്തിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂല്, അതിനുവേണ്ടി ആൾക്കാർ ഓക്കെ എന്നാ പോയി ഞാൻ പടം കാണാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും പോകത്തില്ല. ആൻഡ് ഐ ഡോണ്ട് എക്സ്പെക്ട് പീപ്പിൾ. എവിടേക്കോ നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് ഈ സിനിമ ആദ്യം വേണ്ടത് പ്രേക്ഷകന് ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യം അറിയിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കാണ് ഈ സിനിമ എന്ത് വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത്, ഇതിന്റെ ഇതിവൃത്തം എന്താണ്, ഇതിൽ ആരൊക്കെയാണ് കാസ്റ്റ്, അടുത്ത വശത്തേക്കാണ്. അപ്പൊ എവിടേക്കോ ഈ മൈൻഡ്ലി മൂവി രജിസ്റ്റേർഡ് ആവാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ട്രെയിലർ ആണ്, ടീസർ ആണെങ്കിലും ഇതിന്റെ പ്രൊമോ സോങ്സ് ആണെങ്കിലും അല്ലെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇത്തരം വിഷയങ്ങൾ എവിടേക്കോ ഇപ്പൊ ഇതിന്റെ പേരിൽ പോയി സിനിമ കണ്ടില്ലെങ്കിലും DNA എന്നൊരു പേര് സിനിമ ആളുകളിലേക്ക് ഭയങ്കരമായിട്ട് ആഴത്തിലേക്ക് പതിയാൻ അത് കാരണമാവുന്നുണ്ടോ? ഇല്ലേ, അത് ഒരു തരത്തിൽ കാരണമാവുന്നില്ലേ സത്യത്തിൽ? മേ ബി ആകുമായിരിക്കാം, പക്ഷേ എന്നാലും ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ഇപ്പൊ ഒരിക്കലും ഞങ്ങള് പല പ്രൊമോഷൻസും കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു പ്രൊമോഷനിലും നമ്മൾ ഓക്കെ നെഗറ്റീവായിട്ട് ഒരു സാധനം ചെയ്ത് നമ്മൾ അത് വെച്ച് നമുക്ക് പടം പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് ഈ പടത്തിൽ നടന്നിട്ടില്ല. പക്ഷെ എവിടേക്കും ഇതിനുള്ള സാധ്യതകൾ കാണുകൊണ്ട് തന്നെ ബോധപൂർവ്വം ഇത്തരം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ എവിടേക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മറ്റു ചിത്രത്തിന്റെ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ ഇത്തരത്തിൽ എവിടേക്ക് ഒരു പ്രൊമോഷനെ ഇത് ഗുണം ചെയ്തേക്കാം? സത്യം പറയണമെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി പേഴ്സണൽ എക്സ്പീരിയൻസസ്, സോ ഐ ഷുഡന്റ് ബി കമന്റിങ് ഓൺ ഇറ്റ്. ഐ ഡോണ്ട് നോ അങ്ങനെ നടക്കുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ഈ പ്രൊമോഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് തന്നെ പറയണേ, ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഈ പ്രൊമോഷൻ പറയുന്നുണ്ട്, ഇപ്പം അതിൻ്റെ റിവ്യൂ അല്ലെ പലപ്പോഴും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വിവാദങ്ങൾ വരുന്നതാണ് ബോധപൂർവം അതിനെ ഒന്ന് മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷം തന്നെ ഒരു മോശം ചിത്രത്തെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതിന് മോശം എന്ന് പറഞ്ഞാലും അവസാനം വിധി എഴുതുന്ന ജനങ്ങൾ തന്നെയാണ് അല്ലെ. ഇത് കണ്ട് ഏത് തരത്തിലുള്ള ചിത്രമാണെന്നുള്ള വിലയിരുത്താൻ തീർച്ചയായിട്ടും പ്രേക്ഷകനെ കഴിയുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ബോധപൂർവമുള്ള ഈ റിവ്യൂ സിസ്റ്റം ഈ സിനിമയെ വല്ലാതെ ബാധിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടു സൈഡ് ഓഫ് ഇറ്റ്. എല്ലാവരും ജീവിച്ചു പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ഓൾസോ. പിന്നെ നമ്മളുടെ മീഡിയം ഇത്രയും ഓപ്പൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചർച്ച ചെയ്യാൻ പറ്റുന്നു, എല്ലാവർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നു. അതുകൊണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ്സും ഉണ്ട്, അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. Take it or leave it. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ നല്ല നടനാണെന്നതിന്റെ ഒപ്പം തന്നെ നല്ല ബിസിനസ്സുകാരനും കൂടിയായിരുന്നു അല്ലെ. കമ്പത്തില് എന്ന് പറയുമ്പോൾ മകനിലോട്ട് വരുമ്പോൾ ഇങ്ങനെ നല്ല നടനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു, നല്ല ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഐഡിയാസ് എനിക്കും ഉണ്ട്. ആസ് ഓഫ് നൗ ഒന്നുമില്ല, ബട്ട്
റൈറ്റ് നോ ആക്ടിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ബട്ട് ബിസിനസ് ഐഡിയാസ് ഉണ്ട്. ഉണ്ട്. Yeah. ഈ എൻട്രി എളുപ്പമാകുമ്പോഴും തുടരെ തുടരെ ചിത്രങ്ങൾ തുടക്കത്തിൽ കിട്ടുമ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഈ ഒരു നിലനിൽപ്പ് ചോദിച്ചിനായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു സ്റ്റാർ കിഡ് ആകുമ്പോൾ തന്നെ ഇതിലൊരു നിലനിൽപ്പുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമകൾ തുടരെ കിട്ടുമോ? Yeah. അങ്ങനെ ഒരു Initial confusion ഓ, stages ൽ, yeah. ഒരു അത്തരത്തിലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ എവിടെയും നിൽക്കുന്നില്ലേ? ഉണ്ട്, ഉണ്ട്. ഇത് തന്നെയാണ് അതൊക്കെ എൻ്റെ അതൊക്കെ profession. അതൊക്കെ ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ലൈക്ക് ഐ ഹവ് ഗോൺ ത്രൂ ദാറ്റ്. ബട്ട് ലക്കിലി എൻ്റെ ഫാമിലിയും ചില നല്ല ഫ്രണ്ട്സും ഒക്കെ ഉള്ളായിരുന്നുകൊണ്ട് ഒരു സപ്പോർട്ടീവ് ഓഫ് മൈ സിറ്റുവേഷൻ ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. നൗ ഐ എം ലൈക്ക് ഐ എം ഏബിൾ ടു ചൂസ് ആൻഡ് ഡു എന്താ വേണ്ടതെന്നുള്ളത്. ഐ എം ഹാപ്പി വേർ ഐ എം റൈറ്റ് നൗ. ഞാൻ ഇൻഡസ്ട്രിക്കകത്ത് വരുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു സാധനം, ഐ ഡോണ്ട് വാണ്ട് ടു ഷൂട്ട് അപ്പ് ടു സ്റ്റാർഡം, ബിക്കോസ് ഐ ലെറ്റ് മീ ടേക്ക് മൈ ടൈം. ഞാൻ എപ്പോഴും ഡെസ്റ്റിനിയിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ ലവ് ദിസ് പ്രോസസ്. പതുക്കെ ആണെങ്കിലും മതി, ലെറ്റ് ഇറ്റ് ഗോ ദിസ് വേ. ലൈക്ക് 10 yearsൽ ഇപ്പം എനിക്ക് കിട്ടുന്ന നേരത്തെ പറഞ്ഞ ക്രിറ്റിസിസം, ആ ക്രിറ്റിസിസം വെച്ച് ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നത്, ആ ക്രിറ്റിസിസം വെച്ച് നോക്കുമ്പോൾ ഇന്ന് എനിക്ക് കിട്ടുന്ന റിവ്യൂസ് ഐ എം ലൈക്ക് വെരി പ്രൗഡ്. ഫീഡ്ബാക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. And that's one thing that I learned also, like don't take anything personally. ഇപ്പം അവരെന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ക്യാരക്ടറാണ്, ഹാപ്പി. നാളെ ഞാൻ വേറെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഓക്കെ ഫൈൻ, ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. അതിലൊരു അപ്സെറ്റ് ആവേണ്ട കാര്യം ഇല്ല, അങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല. ഒരു നടനിലയിൽ ഇനി വരുന്ന ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാ ശരിക്കും? ഇനി എനിക്ക് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും വില്ലൻ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇത് മാറ്റി എഴുതാണെന്ന് തോന്നുന്നില്ലേ? ഇല്ല, എൻ്റെ മൈൻഡിലുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്. അതെനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓർമ്മയുണ്ട് ഒരു സാധനം, അതെനിക്ക് മലയാളികൾ മോഹൻ തോമസ് ഓർത്ത് വെച്ചിരിക്കുന്ന പോലെ അതുപോലെ എന്നൊരു നടനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന എനിക്ക് ഒരു ക്യാരക്ടർ വരണം എന്നുള്ളത്. അത് ഒരെണ്ണം ചെയ്യണം. പിന്നെ ഐ വുഡ് ലൈക്ക് ടു ഡു ക്യാരക്ടർ റോൾസ് ആൻഡ് പ്രോബബ്ലി ഹീറോ. ഞാൻ പണ്ടൊക്കെ എനിക്ക് കുറെ ഹീറോ സബ്ജക്ട്സ് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒരിക്കലും ചെയ്തിട്ടില്ല. സഹനടനായിട്ടും ക്യാരക്ടർ റോൾ കിട്ടുമ്പോഴും വില്ലൻ ആകുമ്പോഴും ഒരു ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് ഒരു നായകനാവാന്നുള്ളത് അല്ലെ ഏതൊരു ആക്ടറിന്റെ മോഹമാണ്. പക്ഷെ തുടക്കത്തിൽ എങ്ങനെ കിട്ടിയിട്ടും ഇത് വളരെ അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു സംഭവം. തുടക്കത്തിൽ അങ്ങനെ കിട്ടിയിട്ടും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ? അത് എന്റെ അപ്പോഴത്തെ മറ്റേ ബ്ലോക്ക് ആയിരുന്നു വില്ലൻ. ഇത് വൻ ബ്ലോക്ക്, ഇൻസ്പയർഡ് ബൈ ലോട്ട് ഓഫ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആൻഡ് വില്ലൻ റോൾസ്. അങ്ങനെ ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ. ഈ അച്ഛൻ ആണ് ഞാൻ കണ്ട വലിയ ഹീറോ എന്ന് പറയുമ്പോഴും അച്ഛനിലെ മകനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയത് അച്ഛൻ ചെയ്തു വെച്ച വില്ലനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് അല്ലേ? ആ പടമൊക്കെ കണ്ടിട്ട്, കമ്മീഷണറൊക്കെ കണ്ടിട്ട് സുരേഷ് ഗോപി അങ്കിളുടെ നമ്മൾ ഭയങ്കര ദേഷ്യമായിരുന്നു ഞങ്ങൾക്ക്. അവസാനം അച്ഛനെ കത്തിക്കോ, അപ്പൊ അത്രയും ഭയങ്കര ദേഷ്യം ചെറുപ്പത്തിലാണ് കാണുന്നത്. അപ്പൊ ഭയങ്കര ദേഷ്യമുള്ള സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറി സുരേഷ് ഗോപി. ജീവിതത്തിൽ തന്നെ ഹീറോ ആയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് അല്ലെ ഉള്ള രീതിയിലേക്ക് ഇത് വരും. ഈ പൃഥ്വിഷാ വിയോഗം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പിന്നീട് ഓർക്കാൻ ആഗ്രഹിക്കാത്തതും അല്ലെങ്കിൽ ഓർത്താൽ ഭയങ്കരമായിട്ട് നമുക്കൊരു ഉത്തരവില്ലാതെ പോകുന്നൊരു ദിവസം കൂടിയായിരുന്നു ആക്ച്വലി ഒരു ഡിസംബർ 23 എന്നുള്ളത് അല്ലെ? ആ ദിവസത്തിലാണ് ആ വിയോഗം വരുന്നത് എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? ആ ദിവസം എങ്ങനെയാണ്? ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മ നാട്ടിൽ പോയിരിക്കുമായിരുന്നു ഒരു ലാൻഡിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഞാനും ചേച്ചിയും ഉണ്ട്. അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഹി വാസ് ലൈക്ക്, അച്ഛൻ വിചാരിച്ച സംതിങ് കഴിച്ചത് എന്തോ ശരിയല്ല, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ദെൻ ഇറ്റ് ഹാപ്പൻഡ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുരേഷ് കുമാർ അങ്കിളാണ് ആദ്യം ഹോസ്പിറ്റലിൽ എത്തുന്നത് ന്യൂസ് അറിഞ്ഞിട്ട്. ആ ടൈമിൽ അച്ഛൻ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് അവരൊരു വീടെടുത്ത് തന്ന് നമ്മളവിടെ താമസിക്കും. കിംസിൻ്റെ തൊട്ട് പുറയിലായിരുന്നു. We immediately took him to the hospital, but it was severe. മുമ്പ് അത്തരത്തില് സൂചനകളല്ലേ? ഇല്ല, സഡൻ. അതാ ഞാൻ പറഞ്ഞത്, എവറിത്തിങ് ഹാപ്പൻസ്, ജസ്റ്റ് ടേക്ക് ഇറ്റ്, ലൈഫ്. നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്ക്, ഞാൻ എൻ്റെ ആദ്യത്തെ പടം ഫയർമാൻ ചെയ്യുമ്പോൾ അമ്മ സിക്ക്, അമ്മയ്ക്ക് വയ്യാതിരിക്കും. അപ്പോഴാണ് ഞാൻ ലൊക്കേഷനിലോട്ട് പോകുന്നത്. ഞാൻ ലൊക്കേഷനിൽ പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ സിവിയറായി, വെന്റിലേറ്ററിലോട്ട് കൊണ്ടുപോയി. പക്ഷെ ഇതൊന്നും എന്നെ അറിയിച്ചില്ല, ബിക്കോസ് ഞാൻ അവിടെ പടം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ലൈക്ക് ഭയങ്കര സിവിയർ ആയപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി പറഞ്ഞിരുന്നത് 7 or 8 days ആയിരുന്നു പടം. പക്ഷേ 5 days തന്നെ ഐ ഹാഡ് ടു കം ബാക്ക്. ഇച്ചിരി പോർഷൻ ഷൂട്ടേ ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല പറഞ്ഞത് സ്കിപ്ഡ്.
സോ അമ്മ കുറേ ഹാർഡ്ഷിപ്സിൽ കൂടെ പോയി, ബട്ട് ഷീ കുഡൻ വാച്ച് മീ ഓൺ സ്ക്രീൻ. എന്നെയും കാണാൻ പറ്റില്ല, ചേച്ചിനെയും കാണാൻ പറ്റില്ല. So അതൊക്കെ ഒരു വലിയ മിസ്സിങ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും മിസ് ചെയ്യുന്നത്. ചെയ്യുന്നത്. Yeah,